എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓവൻ ഇല്ലാത്തവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇവിടെ ഞാൻ മത്തങ്ങയും നട്ട്സും സ്പൈസസും ഒക്കെ ചേർത്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. രുചിയിലാണെങ്കിൽ പ്ലം കേക്കിൻ്റെ അതേ രുചിയാണ്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അധികം താമസിയാതെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറാണിത്. ഇത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം അളന്ന് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ കൂട്ടി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് പട്ട പൊടിച്ചതാണ്. പട്ട പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ജാതിക്ക പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സ്പൈസസ് ഏതാണോ അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി, കാഷ്യൂ നട്ട്സ്, ബദാം ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടി ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് താഴേക്ക് പോവില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ബ്രൗൺ കളറാകും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. വെള്ളത്തിൻ്റെ ആവി നിങ്ങളുടെ മുഖത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കാരമലൈസ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുപ്പിക്കാം. ഇതിവിടെ 1 കപ്പ് മത്തങ്ങ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാതെയാണിത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ തൊലിയാണ്. നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ പോർഷൻ എടുക്കുക, അതിൽ വെച്ചിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാരങ്ങയുടെ വെളുത്ത ഭാഗം ഒട്ടും തന്നെ വരാൻ പാടില്ല. ഈ മഞ്ഞ ഭാഗം മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പം വെള്ള വരികയാണെങ്കിൽ ഇത് കഴിക്കും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വലിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങയുടെ തൊലി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് ഓറഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അഥവാ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ ഉളുമ്പ് നാറ്റം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 240 ml പഞ്ചസാരയാണ്. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നന്നായിട്ട് പഴുത്ത മത്തങ്ങയാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ലെമണിൻ്റെ
സെസ്റ്റാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി 2 തവണകളായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ സ്പീഡിലിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്, നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് അങ്ങ് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഭാഗം കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കട്ട കെട്ടാതെ ചെറിയ സ്പീഡിലിട്ട് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നട്ട്സും ഫ്രൂട്ട്സും ആണ്. അപ്പോൾ അത് നമുക്കിനി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടിത് ഒരുപാട് താഴേക്ക് പോവില്ല, എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡായി കിട്ടും. ഇനി ഇത് നമ്മൾ ഒരു സ്പാറ്റില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേസമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കേക്ക് ടീനാണ്. ഞാനിത് ഒന്ന് ബട്ടറൊക്കെ തടവി കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 9 ഇഞ്ച് പാനിന് വേണ്ട അളവാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ചെറിയ കേക്ക് വേണ്ടവർ ഇതിൻ്റെ പകുതിയുടെ മെഷർമെൻറ്റ്സ് എടുക്കുക. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിൻ്റെ മുകളിലൊന്ന് അലങ്കരിക്കാം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഒന്ന് ഇട്ട് അലങ്കരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഓവൻ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ട്രേ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെറും 30 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും നിങ്ങൾക്ക് അതിൽ വേരിയേഷൻ വരാവുന്നതാണ്. അപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് റെഡിയായോ എന്നറിയാൻ നിങ്ങൾക്കൊരു സ്ക്യൂവർ ഇട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ കേക്ക് ഇവിടെ ഞാൻ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങളത് കട്ട് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പംകിൻ സ്പൈസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളിത് ഒരിക്കലുണ്ടാക്കി നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ തണുത്തിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക. വളരെ സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്